നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഷാരോൺ രാജ് എന്ന ആ ചെറുപ്പക്കാരൻ തൻ്റെ മരണമൊഴിയിൽ പോലും പെൺസുഹൃത്ത് ഗ്രീഷ്മയുടെ പേര് പറഞ്ഞിരുന്നില്ല. അവൻ അത്രയേറെ അവളെ വിശ്വസിച്ചു. എന്നാൽ ആ 23-കാരനെ 5 തവണയെങ്കിലും വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച ക്രൂരയായ ഒരു പെൺകുട്ടി. ഒടുവിലവൾ ലക്ഷ്യം കണ്ടു. അസ്വാഭാവിക മരണം എന്ന് പറഞ്ഞ് പോലീസ് എഴുതിത്തള്ളിയ ഒരു കേസ്. ഒടുവിൽ അതിക്രൂരമായ കൊലപാതകത്തിൻ്റെ കഥയാണ് നമ്മൾ കേട്ടത്. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന കോടതി വിധി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇനി അവരെ കാത്തിരിക്കുന്നത് കോടതി കൽപ്പിക്കുന്ന ശിക്ഷ. ഗ്രീഷ്മയും അവളുടെ അമ്മാവനും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി ഗ്രീഷ്മയുടെ അമ്മയെ വിട്ടയച്ചു. 2022 ഈ ക്രൂര സംഭവം. കാമുകനായ മരിയങ്കര JP ഹൗസിൽ JP ഷാരോൺ രാജ് എന്ന 23-കാരനെ കാമുകി ഗ്രീഷ്മ തൻ്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചു വരുത്തുന്നു. ഗ്രീഷ്മയെ ജീവന് തുല്യം സ്നേഹിച്ച കാമുകൻ ഷാരോണിനെ ശാരീരിക ബന്ധത്തിലേർപ്പെടാം എന്ന വാഗ്ദാനം നൽകിയാണ് ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിപ്പിച്ചു വരുത്തിയത്. ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് ഗ്രീഷ്മ. നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ BSc റേഡിയോളജി വിദ്യാർത്ഥിയായിരുന്നു ഷാരോൺ. 2022 ഒക്ടോബർ 14 ഗ്രീഷ്മയുടെ വീട്ടിൽ വെച്ച് ഷാരോൺ രാജ് കഷായം കുടിക്കുന്നു. ആ കഷായത്തിൽ കലർത്തിയ കീടനാശിനിയാണ് ഷാരോണിൻ്റെ ജീവനെടുത്തത്. അതിനു മുൻപ് പലപ്പോഴും ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്താൻ പല ശ്രമങ്ങൾ നടത്തിയിരുന്നു. അമിത അളവിൽ ഗുളികകൾ കലർത്തി ജ്യൂസ് കൊടുത്തും മറ്റും ഷാരോണിനെ കൊലപ്പെടുത്താൻ അവൾ ശ്രമിച്ചത് 4 തവണ. പലപ്പോഴും കയ്പ് കാരണം ഷാരോൺ ജ്യൂസും ഗ്രീഷ്മ കൊടുക്കുന്ന ഇത്തരം പാനീയങ്ങളുമൊക്കെ തുപ്പിക്കളഞ്ഞു. വിഷം തളർത്തിയ ശരീരവുമായി അവൻ നീണ്ട 11 ദിവസം ശാരീരിക അവശതകളോടെ വീട്ടിലും ആശുപത്രിയിലുമൊക്കെ കഴിഞ്ഞു. എന്നാൽ ഒരിക്കൽ പോലും തൻ്റെ പ്രണയിനി ഗ്രീഷ്മയെ അവൻ തള്ളിപ്പറഞ്ഞില്ല. ഒടുവിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന അവസാന ദിവസം തൻ്റെ ജീവിതം അവസാനിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ഷാരോൺ അച്ഛനോട് സത്യം തുറന്നു പറഞ്ഞു. 2022 ഒക്ടോബർ 14 സുഹൃത്ത് റെജിനൊപ്പമാണ് ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലെത്തിയത്. അവിടെ വെച്ച് ഗ്രീഷ്മ ഷാരോണിന് കുടിക്കാൻ കഷായം നൽകുന്നു. സുഹൃത്തിനൊപ്പം ബൈക്കിൽ മടങ്ങി വരവെ പലതവണ അവൻ ഛർദ്ദിച്ചു. ഒടുവിൽ വലിയ തോതിൽ ക്ഷീണിതനായി. പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഷാരോൺ രാജിനെ. വീട്ടിലേക്ക് തിരിച്ചെത്തിച്ചുവെങ്കിലും ആരോഗ്യസ്ഥിതിയിൽ യാതൊരുവിധ മാറ്റവുമില്ല. വീണ്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക്. മറ്റെന്തെങ്കിലും പാനീയം ഉള്ളിൽ ചെന്നോ എന്ന് നേഴ്സ് തുടർച്ചയായി ചോദിച്ചു. ഇതോടെയാണ് താൻ കഷായം കുടിച്ച വിവരം ഷാരോൺ രാജ് ആശുപത്രിയിൽ പറയുന്നത്. ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയതിന് ശേഷം ഷാരോണിന് ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അന്നനാളം പൂർണ്ണമായും പൊള്ളിയ നിലയിൽ. വെള്ളം ഇറക്കാൻ പോലും കഴിയാതെയാണ് ഷാരോൺ ആ ദിവസങ്ങളിൽ കഴിച്ചുകൂട്ടിയത്. ഒപ്പം പോയ സുഹൃത്തിന് പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളില്ല. സുഹൃത്ത് കഷായം കുടിച്ചിരുന്നില്ല. ഒടുവിൽ 25-ാം തീയതി ഷാരോൺ മരണത്തിന് കീഴടങ്ങുന്നു. ഗ്രീഷ്മ നൽകിയ ജ്യൂസും കഷായവും ഷാരോണിൻ്റെ മരണത്തിന് കാരണമായേക്കാം എന്ന സംശയവുമായി വീട്ടുകാർ പോലീസിനെ സമീപിക്കുന്നു. ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നാണ് വിഷബാധയേറ്റതെന്നും ഇത് ആസൂത്രിതമാണ് എന്ന നിഗമനത്തിലേക്കും പോലീസ് പിന്നീടെത്തി. ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോൾ ഗ്രീഷ്മ അങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് വലിയ സംശയമുണ്ടായിരിക്കാം ഷാരോണിന്. ഒടുവിൽ മരണം ഉറപ്പെന്നവൻ തിരിച്ചറിഞ്ഞപ്പോൾ അച്ഛനോട് തുറന്നു പറഞ്ഞു. പോലീസ് തെളിവുകൾ നിരത്തി ഗ്രീഷ്മയെ ചോദ്യം ചെയ്തപ്പോൾ അവൾ ഗത്യന്തരമില്ലാതെ സത്യം പറഞ്ഞു. വളരെക്കാലം നീണ്ടുനിന്ന പ്രണയബന്ധം. ഇരുവർക്കുമിടയിൽ വളരെ അഗാധ ബന്ധമുണ്ടായിരുന്നു എന്ന് ഷാരോൺ വിശ്വസിച്ചു. ഗ്രീഷ്മയെ വിവാഹം ചെയ്യുന്നതും ഒരുമിച്ച് ജീവിക്കുന്നതുമൊക്കെ അവൻ്റെ വലിയ സ്വപ്നമായിരുന്നു. എന്നാൽ ഒരു ബ്രോക്കറിൻ്റെ ഇടപാടിൽ ഗ്രീഷ്മയ്ക്കൊരു സൈനികനുമായുള്ള വിവാഹബന്ധം ഉറപ്പിക്കുന്നു. ഇതോടെ ജീവന് തുല്യം സ്നേഹിച്ച ഷാരോണിനെ ഒഴിവാക്കാൻ അവൾ തന്ത്രങ്ങൾ മെനഞ്ഞു. ഏതാണ്ട് 10 മാസത്തോളം നീണ്ട ആസൂത്രണമാണ് ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ നടത്തിയത്. ഒടുവിൽ ഗ്രീഷ്മ നടത്തിയ ഓരോ നീക്കങ്ങളും ഇഴകീറി പരിശോധിച്ചുകൊണ്ട് എല്ലാ തെളിവുകളും പോലീസ് പുറത്തെത്തിച്ചു. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള ശക്തമായ തെളിവുകളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. ഇതിനിടയിൽ കേസിന്റെ വിചാരണ തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഗ്രീഷ്മ സുപ്രീം കോടതിയെ പോലും സമീപിച്ചിരുന്നു. സംഭവം നടന്നതിൻ്റെ അന്ന് രാവിലെ അമിത അളവിൽ കീടനാശിനി മനുഷ്യ ശരീരത്തിൽ കടന്നാലുള്ള ആഘാതങ്ങളെക്കുറിച്ച് ഗ്രീഷ്മ ഇന്റർനെറ്റിൽ പരതി.
ഷാരൂണിന് വിഷം നൽകിയ 2022 ഒക്ടോബർ 14 രാവിലെ 7:30 മണിക്ക് വിഷത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചൊക്കെ അവൾ ഇന്റർനെറ്റിൽ നിന്ന് നോക്കി പഠിച്ചു. ഈ ഡിജിറ്റൽ തെളിവുകൾ രേഖപ്പെടുത്തി കോടതിക്ക് മുൻപിൽ പ്രോസിക്യൂഷൻ എത്തിച്ചു. വിഷത്തിന്റെ പ്രവർത്തന രീതി മനസ്സിലാക്കി തന്നെയാണ് അവൾ കഷായത്തിൽ വിഷം കലർത്തി സ്വന്തം കാമുകന് അത് കൈമാറിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 11 ദിവസം ചികിത്സിച്ചിട്ടും ഷാരൂണിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 15 മില്ലി ലിറ്റർ വിഷമുള്ളിൽ ചെന്നാൽ മരണം സുനിശ്ചിതമാണ്, മറുമരുന്നില്ല എന്ന് കൃത്യമായി ഗ്രീഷ്മ മനസ്സിലാക്കിയിരുന്നു. ഇക്കാര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ മേധാവി ഡോക്ടർ അരുണയും കോടതിയിൽ മൊഴിയായി നൽകി. ഷാരൂണിന് മറ്റസുഖങ്ങൾ ഒന്നുമില്ലായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് മെഡിസിൻ പോലീസ് സർജൻ ധന്യ രവീന്ദ്രൻ കോടതിയിൽ മൊഴി നൽകി. കളനാശിനി ഉള്ളിൽ ചെന്നതാണ് മരണത്തിന് കാരണം. കളനാശിനി ഉള്ളിലെത്തിയാൽ കരൾ, വൃക്ക, ശ്വാസകോശം എന്നിവ തകരും. ആന്തരിക അവയവങ്ങളിൽ നിന്നും രക്തത്തിൽ നിന്നും വിഷാംശം കണ്ടെത്തിയിരുന്നില്ല. വിഷം ഉള്ളിൽ ചെന്നതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ കളനാശിനി വിസർജ്യത്തിലൂടെ പുറന്തള്ളും. ഇതിനിടയിൽ ഷാരൂണിന് 3 ഡയാലിസിസുകളും നടത്തിയിരുന്നു. ഇതാണ് രക്തത്തിൽ കീടനാശിനിയുടെ അംശം ലഭിക്കാതിരിക്കാനുള്ള കാരണമെന്ന് ഡോക്ടർമാർ കോടതിയിൽ മൊഴി നൽകി. ഉള്ളിൽ വിഷം ചെന്നിട്ടുണ്ട് എന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഷാരൂണിൻ്റെ സഹോദരൻ ഷീമോനോട് പറഞ്ഞു. തുടർന്ന് ഷീമോനാണ് ഗ്രീഷ്മയ്ക്കെതിരായ തെളിവുകൾ പോലീസിന് നൽകിയത്. ഗ്രീഷ്മയും ഷാരൂണും തമ്മിലുള്ള ജ്യൂസ് ചലഞ്ചിനെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയത് സജിൻ എന്ന സുഹൃത്ത്. ഗ്രീഷ്മയുടെ വീട്ടിൽ ഷാരൂണിനെ ബൈക്കിൽ കൊണ്ടുപോയി വിട്ട രജനിയും കോടതിയിൽ വിസ്തരിച്ചു. തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ ഷാരൂണിൻ്റെയും ഗ്രീഷ്മയുടെയും മൊബൈൽ ഫോണുകൾ പരിശോധിച്ചു. അതിലെ ഡിജിറ്റൽ തെളിവുകൾ അതിനിർണായകമായിരുന്നു. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് നൌഷാദിൻ്റെ സാന്നിധ്യത്തിൽ വീഡിയോകളും ഫോട്ടോകളുമൊക്കെ ഫോണിൽ നിന്ന് ഡിജിറ്റൽ തെളിവുകളായി കണ്ടെടുത്തു. തട്ടിക്കൊണ്ടുപോകൽ, വിഷം നൽകൽ, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്കെതിരെയുള്ള വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തി. 142 സാക്ഷികളും 175 രേഖകളും 55 തൊണ്ടിമുതലുകളും. ഗ്രീഷ്മ എന്തിനാണ് തൻ്റെ ഷാരൂൺ എന്ന കാമുകനെ കൊലപ്പെടുത്തിയത്? പ്രതിശ്രുതവരനായി വിവാഹ നിശ്ചയം നടത്തിയ സൈനികനുമായി വലിയ ബന്ധം തുടർന്നിരുന്നു ഗ്രീഷ്മ. മറുവശത്ത് കാമുകനുമായുള്ള ബന്ധം അവൾ വിച്ഛേദിച്ചില്ല. ബ്രോക്കർ വഴിയെത്തിയ സൈനികനുമായുള്ള വിവാഹ നിശ്ചയം നടന്നത് ഷാരൂണിനെ കൊലപ്പെടുത്തുന്നതിന് 9 മാസങ്ങൾക്ക് മുൻപ്. അതിനുശേഷം ജോലിക്ക് മടങ്ങിയ സൈനികനുമായി ഗ്രീഷ്മ ഫോണിൽ നിരന്തരം സല്ലപിച്ചു. സൈനികൻ അവധിക്കെത്തിയപ്പോൾ അയാളുമായി കറങ്ങുകയും ഭാവി സ്വപ്നങ്ങൾ നെയ്തെടുക്കുകയുമൊക്കെ അവൾ ചെയ്തു. ചീത്ത സമയമായതുകൊണ്ട് വിവാഹം ഫെബ്രുവരിയിലേക്ക് മാറ്റാം എന്ന് അവൾ തന്നെയാണ് സൈനികനോട് പറഞ്ഞത്. വിവാഹ നിശ്ചയത്തിന് ശേഷം എത്തുന്ന അടുത്ത അവധിക്ക് വിവാഹം കഴിക്കാമെന്നായിരുന്നു നിശ്ചയവേളയിൽ സൈനികനോട് പറഞ്ഞത്. എന്നാൽ ഗ്രീഷ്മയെ വളരെയേറെ സ്നേഹിച്ചു സൈനികൻ. അവളൊരു പാവം കുട്ടിയാണ് എന്നയാൾ തെറ്റിദ്ധരിച്ചു. അതീവ രഹസ്യമായിട്ടാണ് ഗ്രീഷ്മയും സൈനികനുമായുള്ള വിവാഹ നിശ്ചയം നടത്തിയത്. ഒറ്റ അയൽക്കാരെ പോലും ഇത് അറിയിച്ചിരുന്നില്ല. ഇതിനിടയിൽ ഒരു പയ്യൻ വീട്ടിലെത്തുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ഗ്രീഷ്മയുമായി വിവാഹം നിശ്ചയിച്ചുറപ്പിച്ച പയ്യനാണെന്ന് അയൽക്കാർ തിരിച്ചറിയുന്നത് അപ്പോൾ മാത്രം. ഈ സൈനികനുമായി കന്യാകുമാരിയിലേക്ക് ഗ്രീഷ്മ ഒരു യാത്ര പോയിരുന്നു. തിരികെ വന്ന തൊട്ടടുത്ത ദിവസം കാമുകനായ ഷാരൂണുമായി വേളിക്കായലിലും വെട്ടുകാട്ടെ ബീച്ചിലുമൊക്കെ അവൾ അടിച്ചു പൊളിച്ചു. വിവാഹം നിശ്ചയിച്ച സൈനികന്റെ വീട് നാഗർകോവിൽ. അതുകൊണ്ടാണ് സൈനികനുമായി കന്യാകുമാരിയിലേക്ക് യാത്ര ചെയ്തത്. ഇതിനിടയിൽ ആരുമില്ലാത്ത സമയത്ത് സൈനികനെ വീട്ടിലേക്ക് ഗ്രീഷ്മ ക്ഷണിച്ചു വരുത്തി. ഇത് ശ്രദ്ധയിൽപ്പെട്ട അയൽക്കാർ പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് തൻ്റെ ഭാവി വരനാണ് എന്ന് ഗ്രീഷ്മ അയൽക്കാരോട് പറഞ്ഞത്. ഈ സൈനികനെ സ്വന്തമാക്കണമെന്ന് ഗ്രീഷ്മ നിശ്ചയിച്ചുറപ്പിച്ചു. സൈനികൻ നായർ വിഭാഗത്തിൽപ്പെട്ടയാളാണ്, നല്ല ജോലിയൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഷാരൂണിനെ കൊലപ്പെടുത്തി സൈനികനൊപ്പം ഒരു പുതുജീവിതം അവൾ സ്വപ്നം കണ്ടു. കാരക്കോണം ജംഗ്ഷനിൽ നിന്ന് ഫെഡറൽ ബാങ്കിനടുത്തൂടെ തിരിയുന്ന ഒരു റോഡ്. രാമവർമ്മൻ ചെറിയിലേക്ക് പോകുന്ന റോഡാണിത്. ഇതുവഴി തമിഴ്നാട്ടിലേക്കും പോകാം. ഈ വഴിയിലാണ് ഗ്രീഷ്മയുടെ വീട്. ഗ്രീഷ്മയുടെ അച്ഛൻ്റെ ജോലിയെക്കുറിച്ചൊന്നും നാട്ടുകാർക്ക് വലിയ ധാരണയില്ല. മുൻപൊരു 5 സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞു. ആഡംബര ജീവിതമാണിവർ നയിച്ചത്. ശ്രീനിലയം എന്നാണ് വീട്ടുപേർ. ഇതേ ശ്രീനിലയം എന്ന വീട്ടിലേക്കാണ് വീട്ടിൽ ആരുമില്ലാതിരുന്നപ്പോൾ സൈനികനെ അവൾ വിളിച്ചു വരുത്തിയതും. ഒരു വശത്ത് പാവം സൈനികനെ അവൾ കബളിപ്പിച്ചു. കാമുകനെക്കുറിച്ച് ഒരു വാക്കുപോലും സൈനികനോട് പറഞ്ഞിരുന്നില്ല. കോടതിയിൽ ഇത് സംബന്ധിച്ച വിശദമായ മൊഴി സൈനികൻ നൽകുകയും ചെയ്തു. എന്നാൽ കല്യാണ നിശ്ചയം കാമുകനായ ഷാരോൺ മനസ്സിലാക്കിയിരുന്നു. ഇതിൻ്റെ പേരിൽ ഇരുവർക്കുമിടയിൽ വലിയ വഴക്ക്.
എല്ലാം സൈനികനെ അറിയിക്കുമെന്ന് ഷാരോൺ വെല്ലുവിളിച്ചു. താനും ഗ്രീഷ്മയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോകളൊക്കെ സൈനികനെ കാണിക്കുമെന്നും ഷാരോൺ ഗ്രീഷ്മയോട് പറഞ്ഞു. ഇതോടെയാണ് കാമുകൻ ഒഴിഞ്ഞു പോകില്ല എന്ന് ഗ്രീഷ്മ മനസ്സിലാക്കിയത്. പിന്നീട് അവനെ അങ്ങ് പ്രണയിച്ചു കൊന്നു. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന നായർ കുടുംബാംഗമായിരുന്നു സൈനികൻ. ആ സൈനികനാണ് തനിക്ക് എന്തുകൊണ്ടും അനുയോജ്യൻ എന്ന് ഗ്രീഷ്മ അങ്ങ് നിശ്ചയിച്ചു. 22-ാം വയസ്സിലൊരു പെൺകുട്ടി അതിവിദഗ്ധമായി 23 വയസ്സുള്ള ഒരു യുവാവിനെ വിഷം നൽകി കൊലപ്പെടുത്തുന്നു, അതും സ്വന്തം പ്രണയിനി. പിന്നീട് നടുക്കത്തോടെയാണ് കേരളം ഈ വാർത്തകൾ കേട്ടത്. ഒടുവിൽ ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് AM ബഷീർ വിധി പ്രസ്താവിച്ചു. ശിക്ഷാവിധി ശനിയാഴ്ച പ്രഖ്യാപിക്കും. കേസിലെ 2ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മയുമായ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. എന്നാൽ 3ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായർ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തി. ഷാരോണിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പോലീസിനെയും ഒക്കെ കബളിപ്പിച്ച് ഷാരോൺ ആശുപത്രിയിൽ കിടന്നപ്പോൾ രക്ഷപ്പെടാൻ ഗ്രീഷ്മ കൃത്യമായി ശ്രമിച്ചിരുന്നു. എന്നാൽ കേസിൽ സുപ്രധാനമായത് ഷാരോണിന്റെ മരണമൊഴി തന്നെ. തിരുവനന്തപുരം മജിസ്ട്രേറ്റായിരുന്ന ലെനി തോമസിന് ഷാരോൺ നൽകിയ മരണമൊഴിയിൽ ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ചതിന് ശേഷമാണ് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് വ്യക്തമാക്കിയിരുന്നു. കൃത്യം നടന്ന രാവിലെ 10:15 അമ്മയും അമ്മാവനും വീട്ടിൽ നിന്ന് പോയി. സംഭവം നടക്കുന്ന സമയം കളയിക്കാവിള മാർക്കറ്റിൽ നിൽക്കുകയായിരുന്നു ഇരുവരുമെന്ന് പോലീസ് കണ്ടെത്തി. കൊലപാതകത്തിൽ ഗ്രീഷ്മ മാത്രമാണ് നേരിട്ട് പങ്കെടുത്തത്. എന്നാൽ അമ്മാവന്റെ സഹായം കൃത്യമാണ്. പഠിക്കാൻ മിടുമിടുക്കിയായിരുന്ന ഗ്രീഷ്മ അതിനേക്കാളേറെ മികവിൽ ആ കൊലപാതകമങ്ങ് നടത്തി. കൊടും ക്രിമിനലുകളെ വെല്ലുന്ന തലത്തിലാണ് പിന്നീട് അവൾ പ്രവർത്തിച്ചത്. എന്നാൽ ദൈവത്തിന്റെ ഇടപെടൽ അത് ഏതൊരു കൊലയാളിയെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. മാതാപിതാക്കളുടെ ഏകമകളാണ് ഗ്രീഷ്മ. തമിഴ്നാട് MS സർവകലാശാലയിൽ നിന്ന് 4ാം റാങ്കോടെയാണ് ഗ്രീഷ്മ ബിരുദം നേടിയത്. ഹൊറർ സിനിമകളുടെ കടുത്ത ആരാധികയായിരുന്നു അവൾ. അതുകൊണ്ട് തന്നെ കൊലപാതകത്തിന് അവൾ തെരഞ്ഞെടുത്ത വഴിയും ഒരു ഹൊറർ രീതി തന്നെ. അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലും പോലീസിൻ്റെ തിരിച്ചും മറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് മുൻപിൽ ഗ്രീഷ്മ പതറിയില്ല. ലോക്കൽ പോലീസായിരുന്നു ആദ്യം കേസ് അന്വേഷിച്ചത്. അവർ അന്വേഷണത്തിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്തപ്പോൾ ഷാരോണുമായുള്ള ദിവ്യ പ്രണയത്തെക്കുറിച്ചാണ് അവൾ വിവരിച്ചത്. ഇത്രയധികം കാമുകനെ പ്രണയിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഷാരോണിനെ കൊലപ്പെടുത്താൻ കഴിയും എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും പരസ്പരം ചോദിക്കുന്ന അവസ്ഥ. ഗ്രീഷ്മ പറഞ്ഞതത്രയും ലോക്കൽ പോലീസ് വിശ്വസിച്ചു. എന്നാൽ ക്രൈംബ്രാഞ്ച് എത്തിയതോടെ കാര്യങ്ങൾ കൈമറിഞ്ഞു. മാതാപിതാക്കൾക്കൊപ്പവും ഒപ്പമിരുത്തിയും വെവ്വേറെ ചോദ്യം ചെയ്തപ്പോൾ മണിമണിയായി സത്യം പുറത്തേക്ക് വന്നു. കഷായം കുറിച്ചു നൽകിയെന്ന് പറഞ്ഞ ആയുർവേദ ഡോക്ടറുടെയും ഓട്ടോ ഡ്രൈവറുടെയും മൊഴികൾ എതിരായതോടെ താൻ നിലംപൊത്തിയെന്ന് ഗ്രീഷ്മയും തിരിച്ചറിഞ്ഞു. പിന്നീട് അവൾ സത്യം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു. എന്നാൽ ജാമ്യത്തിലിറങ്ങിയ ഗ്രീഷ്മയെ നാട്ടുകാർ കണ്ടത് തികച്ചും ധിക്കാരിയായി. പൊട്ടിച്ചിരിച്ചും ചെയ്തതിൽ കുറ്റബോധമില്ലാതെയും അവൾ തെളിവെടുപ്പിൽ പോലീസിനൊപ്പം നിന്നു. ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തുമ്പോൾ ഷാരോൺ എന്ന യുവാവിൻ്റെ ആത്മാവിന് നീതി കിട്ടുന്നു. ഇനി ശിക്ഷാവിധിക്കായി കേരളം കാത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.